നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷം. ഇന്ന് ആദ്യത്തെ അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തുമ്പോട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പ്രിയപ്പെട്ട നമ്മുടെ നക്രാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ പറമ്പിൽ രാവിലെ 2 പണിക്കാർ റബ്ബർ വെട്ടാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു അതിഥി ഒരു നായ്ക്കുഞ്ഞിനെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരെ കണ്ടപ്പോൾ അവർ നടന്നു പോകുന്ന സൗണ്ടോ തട്ടലോ മുട്ടലോ ഒക്കെ കേട്ടപ്പോൾ അത് പെട്ടെന്ന് സ്പീഡിൽ അടിഞ്ഞു പോയി ഒരു മാളത്തിനകത്തേക്ക് കയറി. ആ സമയം തൊട്ട് അവിടെ ആൾക്കാർ നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമസ്കാരം സാറേ, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. രാവിലെ ഇതാണ് വിശേഷം. അമ്മ സുഖമായിരിക്കുന്ന? അമ്മ സുഖമായിരിക്കുന്നല്ലോ? നല്ല സന്തോഷം. ഇത് എവിടെ സാറേ ഉണ്ടെന്ന് പറഞ്ഞാൽ? എനിക്ക് 2 ടവൽ തരുമോ മോൻ തുടയ്ക്കാനൊക്കെ? പോണ സ്ഥലത്ത് നിന്ന് 10 ടവൽ ഞാൻ കിട്ടി. അതിനുകൊണ്ട് അടുക്കി വെക്കാമായിരുന്നു. പിന്നെ പുറകെ പോകണം അല്ലേ? പണിക്കാറുണ്ടായിരുന്നു അല്ലേ? അവർ വന്ന് വിളിച്ചോടെ ഭയങ്കര പാമ്പ് ഇവിടെ കിടക്കണമെന്നാ പറഞ്ഞു. ഇവിടെന്നോ? ഇവിടെയാണ് ഈ സാധനം കിടക്കുന്നത്. ഇവിടെ നിന്ന് കിടന്നിട്ട് ഇതിങ്ങനെ വിഴുങ്ങി ഞാൻ മരപ്പുറത്തേക്ക് പട്ടി ഇങ്ങനെ വിഴുങ്ങി ഒരെണ്ണം പകുതി ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽക്കണം, ഞാൻ ഇവിടെ നോക്കിക്കോളാം, ഇത് അങ്ങോട്ട് പോകണം. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനെ കക്കി ഒരെണ്ണത്തിന്. എന്നിട്ട് മറ്റേനെ അവിടെ വന്നിട്ട് ഈ വെള്ളേനെ വന്ന് പിടിച്ചു. അതിനെ കക്കിട്ട് കൊണ്ടുവന്ന് പിടിച്ചു. അപ്പോഴും നമ്മളിങ്ങനെ മാറി നിൽക്കരുത്, അങ്ങോട്ട് പോകണം അറിയാമോ. എന്നിട്ടാണല്ലോ അവർ പറഞ്ഞത് പാമ്പ് ഇഴഞ്ഞു പോകണം. അപ്പൊ ഞാൻ എന്റെ പ്രശ്നം കൂടെ ഓടി അങ്ങ് വളയാൻ ചെന്നപ്പോഴത്തേക്ക് ഇവൻ പതുക്കെ മാളത്തിനകത്തോട്ട് കയറി. ആ സമയത്ത് ആളുണ്ടല്ലേ പണിക്ക്? ഇപ്പോഴും മുതൽ അവിടെ നമ്മളെ പണിക്കാരുണ്ട്. ഒരാളവിടെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇങ്ങനെ നല്ല കാടല്ലേ താപോട്ടല്ല? നമുക്കല്ല പറമ്പ്, നമ്മുടെ പറമ്പുകൾ നമ്മുടെ ആൾക്കാരുടെ പറമ്പാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നറിയാലേ എത്ര വെട്ടിയിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് വെട്ടേണ്ട കാര്യമില്ല, വലിയ മരത്തിന്റെ അടിയിലല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓ, ഈ പാറ അടുക്കൊക്കെ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ കയറി അതിലേക്കൂടെ കറങ്ങി വീണ്ടും ഇവിടെ വന്ന് ഇതിനെ മണപ്പിച്ച് നോക്കിയിട്ടാണ് നേരെ. ഹായ്, എന്തുണ്ട്? സുഖമായിരിക്കുന്നോ? ഞങ്ങൾ പോയത് അവിടെ ഒരാളെ നിന്ന് അങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു എങ്ങും പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് തല മാത്രമായി 2-3 കറങ്ങും കറക്കി നേരെ അതിനകത്ത് ഇറങ്ങി. അപ്പോഴേ ഞാൻ കമ്പ് വെച്ച് അടക്കി. ആ സമയത്ത് ഒരാളുണ്ട് അവിടെ ഒരാളവിടെ നോക്കിക്കൊണ്ട് എനിക്കറിയാം. എവിടെയാണ്? ഓ, ഇതിനകത്ത് ഇങ്ങനെ അടച്ചോ? ഇവരാണ് കാവൽക്കാരല്ലേ? ഈ കമ്പ് വെച്ചിരിക്കണ മാളം ഹോളം അടച്ചോ? അടച്ചു. ഓഹോ. പിന്നെ ഇവിടെ വേറെ ഹോളൊന്നും ഇല്ല പോകാനായിട്ട്? കണ്ടില്ല, അത് ഞാൻ നോക്കി. അങ്ങോട്ടൊന്നും പോയിട്ടില്ല, നമ്മൾ കണ്ടില്ല. ഓ, ഇതാണ് നായ്ക്കുട്ടികളല്ലേ? ഓ, ഒന്നിനെ വിഴുങ്ങി അല്ലേ? ഓ, വിഴുങ്ങിയിട്ട് കക്കി. ഓ, നായ്ക്കുട്ടിയെ വിഴുങ്ങിയിട്ട് കക്കി. കണ്ടോ, പകുതിയെ വിഴുങ്ങിയിട്ടുണ്ടോ? പക്ഷെ എന്തായാലും കുറച്ച് സമയമായി ഇത് കേട്ടോ. ഇതൊന്നുണ്ട് ആ സമയത്ത് അല്ലേ? ഓ, 2നും കടിയുണ്ട് കേട്ടോ. രണ്ടിനും കടിയുണ്ട് കേട്ടോ. 2നും കടിയുണ്ട്. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ 2നും വിഴുങ്ങി കേട്ടോ. ഒന്നിനെ എന്തായാലും വിഴുങ്ങിയിട്ട് എവിടെയെങ്കിലും പാത്തിന്. എന്തായാലും നമ്മൾ പ്രിയപ്പെട്ട സാറ് പറഞ്ഞത് ഇത് ആ സമയം തൊട്ട് അവർ ഈ ഹോൾ അടച്ചു, മണ്ണ് വെച്ച് അടച്ചിട്ട് കാവലിരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുള്ളിലേക്ക് നല്ല സ്പേസ് വേണം. അപ്പോൾ നമുക്ക് മിക്കവാറും ഇത് നല്ല പണിയായിരിക്കും. ചെറിയ പണിയൊന്നും അല്ല, വലിയ പണിയായിരിക്കും. അപ്പോൾ എഴിഞ്ഞു വന്നതിനകത്ത് കയറി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അവർ രണ്ടുപേരും ആ പുള്ളിക്കാർ ആ സമയം തൊട്ടുള്ള കാവൽ നിൽക്കുകയാണ്. പോയിട്ട് ഇതാണ് ഹോള്. വേറെ മാളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വേറെ ഹോളൊന്നും കാണുന്നില്ല. ഇതാണ് ഹോൾ അല്ലേ? കുന്താലിങ്ങാണ്. താപ്പോട്ടായിരുന്നു ഹോള് തൊട്ടല്ലേ? അപ്പോൾ ഇതാണ് ഹോൾ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കിളയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓ, ഇതാണ് ഹോളല്ലേ? അമ്മനെ വെട്ടി കയറാം. അപ്പോൾ നമ്മളെന്തായാലും ഇത് വെട്ടി തുടങ്ങി. അവർ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് തന്നെ കയറി ഇവിടെ കാണുന്നുണ്ടോ? കാണാമോ? തോട്ട് പോയല്ലേ? ഞാൻ കണ്ടില്ല, പുള്ളിക്കാരെ കണ്ടല്ലേ?
പുള്ളിക്കാരൻ കണ്ടു എന്ന് ഉറപ്പായിട്ട് പറയുന്നു. കണ്ടു അല്ലല്ലേ? നമ്മുടെ മുതലാളി ഇത് കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല. കണ്ടുവന്നിരിക്കുമ്പോൾ നമ്മളെനിക്ക് ഇപ്പം ഇറങ്ങി വരുന്നു. നമ്മൾ വെട്ടിപ്പെട്ടി പോണത് കിലോമീറ്ററുകൾ തന്നെ. എന്തായാലും അകത്തോട്ട് നല്ല മാളമുണ്ട്. പുള്ളി പറഞ്ഞ പോലെ കിലോമീറ്റർ നീളത്തിലുണ്ട്. ഇനി അപ്പുറത്ത് അവിടെ നിൽക്കുമ്പോൾ അകത്തോട്ട് ഇറങ്ങി വരണം നോക്കിക്കോളേ. ആ സൈഡിൽ കൂടെ ഇറങ്ങി പോകണം നോക്കിക്കോളേ. പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് കണ്ടു കാണും. പക്ഷേ ഇവിടെ എങ്ങനെ ചുണ്ടിരുന്നു നമ്മൾ വെട്ടിയപ്പോൾ അകത്തൊക്കെ പോയായിരിക്കാം. പക്ഷേ നമ്മൾ ഇത്രയും കമ്പിട്ടിട്ടും ആ ഹോൾ പോയി. നമുക്കിത് അത്ഭുതമല്ല. കാരണം നമ്മൾ കിലോമീറ്റർ കണക്കിന് വെട്ടി പോകുന്ന ആൾക്കാർ. നമുക്കറിയാം എലിമാളം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും അത് അളന്നല്ല വെക്കണത്. അതിന് സൗകര്യം കിട്ടുന്നിടത്തോളം അങ്ങ് തോണ്ടി പോകാൻ. എനിക്ക് തോന്നുന്നത് ഈ ഹോള് മേളിൽ എവിടെയെങ്കിലും എൻട്രൻസ് കാണും, ചെറിയ എൻട്രൻസ് കാണും. അറിയാമല്ലോ, എലി ഒരു മാളം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും മറ്റൊരു ശത്രു കയറുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴിയും കൂടെ കണ്ടുവച്ചിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടേ ഇരിക്കാറുള്ളൂ. നോക്കാം. അതാ കണ്ട ഇതണ്ട ഇറങ്ങുന്നുണ്ട കണ്ട ഉണ്ടെന്നുള്ള ഉറപ്പേ. കണ്ട നമ്മൾ കമ്പ് വയ്ക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ കമ്പ് വയ്ക്കുമ്പോൾ അതിൻ്റെ ദേഹത്ത് തട്ടുമ്പോൾ അവൻ നാനം കണ്ട. അപ്പോൾ നമ്മൾ സാറിന് ഇതിലൊക്കെ പാമ്പ് അകത്തുണ്ടെന്ന് അറിയേണ്ടി ഇങ്ങനെ മാളത്തിനകത്ത് ചെറുതായിട്ട് കമ്പ് വെച്ച് നോക്കാം. അപ്പോൾ കമ്പിരുന്ന് അനങ്ങുന്നുണ്ടെങ്കിലും ഓക്കെ അതിനകത്തുണ്ട് എന്നും പറഞ്ഞ് പാമ്പ് പിന്നെ ആവണമെന്നില്ല. പാമ്പ് വേറെ മാളത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ എലിയായിരിക്കും അവിടെ ഇരിക്കുന്നത്, അതായിരിക്കും അനങ്ങുന്നത്, പറയാൻ പറ്റില്ല. എന്തായാലും ഇത് പാമ്പ് ഇവർ കാരണം ഉറപ്പായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ വെട്ടിയാൽ കിട്ടുമെന്ന് തോന്നി. അതാണ് കണ്ടത്. വേണ്ട ഇവിടെ കാണാം. വേണ്ട ഇവിടെ നമുക്ക് അനങ്ങുന്നുണ്ട് മണ്ണ്. കണ്ട ഇത് അനങ്ങുന്നുണ്ട്.
ഇതാ വരുന്നു ഇതാ കണ്ട തലതാ ഇവിടെ വരും ഇപ്പോൾ തലതാ ഇവിടെ വരും ഇതാ ഇവിടെ. തലതാ എടുക്കണ്ട ഇവിടെ വരും തല. അപ്പോൾ എന്തായാലും ഇവർ കണ്ടത് വെറുതെ അല്ല, കണ്ട ഉടനെ എൻ്റെ കൂടെ വന്നത് ഏറ്റവും നല്ലൊരു കാര്യം. അതിലുപരി മാളം അടച്ചു നിന്ന് മറ്റൊരു കാര്യം. പക്ഷേ മാളം അടയ്ക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വേറെ മാളം ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ അടച്ചു വെച്ച് നമ്മളെ കാത്തിരിക്കും, വന്ന് വെട്ടി വെക്കുമ്പോൾ വേറെ സാധനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവന് വേറെ മാളം കാണും, അറിയാമല്ലോ. ഇത് തന്നെ ഇപ്പോൾ ഇതല്ല, അകത്തോട്ട് വേറെ കാണും. പക്ഷേ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടി. ഇതാ നമുക്ക് ഇതാണ്ട പുള്ളിക്കാരൻ പറഞ്ഞ് എടുത്ത് വിട്ടാൽ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത് കാണാനായിട്ട്. ഇതാണ്ട തലതാ വരുന്നു, കണ്ടോ തലതാ വരുന്നു. ഇവിടെ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കണക്ക് എന്തായാലും ഇതാ കാരണം അത്ര വലുതൊന്നുമല്ല, നമുക്ക് കിട്ടുന്ന കണക്കിന് ഇതൊരു വലുതൊന്നുമല്ല. പക്ഷേ നായ്ക്കുട്ടി ഒന്നോ രണ്ടോ ഒന്നും അല്ല, രണ്ടെണ്ണോടെ വേസ്റ്റ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ആളുണ്ട്, വേറെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ആളുണ്ട്. ഇതാ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ എന്തായാലും നായ്ക്കുട്ടിയുണ്ട്, നോക്കിയതോ വേറെ നായ്ക്കുട്ടി ഒരെണ്ണമുണ്ട്. ഒന്നോ രണ്ടോ ആണെന്ന് നല്ലതാ, നായ്ക്കുട്ടി വേറെ ഉണ്ട്. നോക്കിയോളൂ, നായ്ക്കുട്ടി വേറെ എന്തായാലും ഉണ്ട്. ഇതാ നായ്ക്കുട്ടിയെ മിക്കവാറും കക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതാ നായ്ക്കുട്ടിയെ കക്കാനുള്ള സാധ്യതയിൽ കക്കും. ഇതാ കക്കി വരുന്നതാ, നോക്കിയോളൂ. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് അദ്ദേഹം കക്ക തന്നെ ചെയ്യും. കക്കുന്ന മാത്രമല്ല, അദ്ദേഹം കൊന്ന രണ്ടുപേരെ കൂടെ കാണിക്കാം. ഇനിയിപ്പോൾ കക്കിയിട്ട് ഒരൊറ്റ വര കൊണ്ടുപോയി നിൽക്കുന്ന ആൾക്കാരുടെ കാലിൻ്റെ അടിയിൽ ഒറ്റ പോകണം. എല്ലാവരും ഇപ്പോൾ നോക്കിയാൽ ഇതാണ്ട, ഇതിനെ അദ്ദേഹം കൊന്നു, ഇതിനെയും കൊന്നു. കണ്ടോ എത്ര എണ്ണത്തിനെ കൊന്നു തിന്ന്. ഇതാണ്ട ഒന്നേ ഉള്ളൂ. കണ്ടോ 3 കുട്ടിയുണ്ടായിരുന്നു, 3നെയും അദ്ദേഹം കൊന്നു. പക്ഷെ ഒന്നിനെ കക്കി, നോക്കിയോ ഇതിനെയും പകുതി വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തൊട്ട് കൊന്നിട്ടേ ഉള്ളൂ, കടിച്ച് കൊന്നിട്ടേ ഉള്ളൂ. പക്ഷേ വിഴുങ്ങിയില്ല, കണ്ട കടിച്ച് കൊന്നു. കണ്ട ഇതിൻ്റെ കടിച്ച് കൊന്നിട്ട് കണ്ടേ കടിച്ചിട്ട് ബ്ലഡ് വരുന്നുണ്ടേ, കടിച്ച് കൊന്നു. 3നെയും തട്ടിയനെ, 3നെയും കഴിച്ചേനെ. പക്ഷേ അതിനുള്ള സമയം ഇവർ കൊടുത്തില്ല. കൊന്നതിനെ കക്കി, തിന്നതിനെ കക്കി, മറ്റു രണ്ടെണ്ണത്തിനെ കൊല്ലുകയും ചെയ്തു. ഇതാണ് ഇത്രയും മതി. ഇത് പുള്ളി പറഞ്ഞാൽ ഭയങ്കര സൈസ്. ഇത് ചെറിയ പാമ്പ്. നമ്മൾ സാധാരണ നമുക്ക് സ്നേക്ക് മാസ്റ്റർ നമ്മൾ പരിചയപ്പെടുന്ന കണക്ക് നോക്കുമ്പോൾ ഇതൊരു 4 വയസ്സിനടുത്ത് 5 വയസ്സോളം പ്രായമുള്ള പെണ്ണതിഥി. വേറെ പ്രത്യേകത എന്താ പറയുക, ഈ വരുന്ന മാസങ്ങളിൽ ഇണചേരാനുള്ള തത്രപ്പാടിലാണ്. കാരണം ഈ ഫുഡൊക്കെ കഴിച്ച് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഈ വർഷം ഇണചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 18 മുതൽ 24-26 മുട്ടകളിടാൻ കപ്പാസിറ്റി ഉള്ള പെണ്ണാണ്. നമുക്കറിയാം ഇനി വരുന്ന ആളുകളിൽ അങ്ങോട്ടൊരു 1-2 മാസം കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇണചേരലിൻ്റെ ഒരു സമയമാണ്. അത് കഴിഞ്ഞാൽ അറിയാം, നമുക്കറിയാം ആവശ്യം ഒരു 50-60 ദിവസം വരെ ഇങ്ങനെ ഇണചേരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മുട്ടയിടുന്ന സമയം, പിന്നെ മുട്ട വിരിയുന്ന ഒരു സമയം. അപ്പോൾ ഇതൊക്കെ ഒരു വർഷത്തിൻ്റെ ആ പ്രോസസ്സിങ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഇവരിത് കണ്ടില്ലെന്ന് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇതിനെയും പിടിച്ചുകൊണ്ട് താഴെ എവിടെയെങ്കിലും പോയി, സത്യം പറഞ്ഞാൽ ഈ പാറക്കെട്ടിനകത്ത് കയറാനായിട്ട് വലിയ സാധ്യതയില്ല. ഒരു കല്ല് വെച്ച് അടുക്കിയിട്ടുള്ള പാറയുണ്ട് അവിടെ. അപ്പോൾ അകത്തോട്ട് സ്പേസ് കാണുന്നില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു മാളത്തിരുന്നാൽ അപകടം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ വെട്ടാനൊക്കെ പോകുന്ന ചെറുപ്പക്കാർ രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു 3 മണിക്ക് 4 മണിക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മിക്കവാറും ഇവിടുത്തെ എത്ര പറഞ്ഞാലും അവരെ ബോധവൽക്കരിക്കുകയാണ്. ഒരു ഗംബൂട്ട് 250, 300 അല്ല 400 രൂപ ആയിക്കോട്ടെ, ഒരു ഗംബൂട്ട് ധരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഞാൻ ഇദ്ദേഹത്തെ പതുക്കെ ഒന്ന് പുറത്തോട്ട് ഇറക്കുകയാണ്. ഇതാ പോണേ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറ് പണിക്കാർ കണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പുള്ളിക്കാരനെ വിളിച്ചറിയിച്ച് പുള്ളിക്കാരനും കൂടെ വന്ന്
ഇതെങ്ങോട്ട് പോകണം ഇങ്ങനെയായിരിക്കണം. കാരണം നിങ്ങൾ കുറച്ച് ദൂരത്ത് വന്നാൽ അത് എവിടെ കയറണം നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ വർക്കല നടയറുന്നൊരു കേസ് വിളിച്ചിട്ടുണ്ടപ്പം ചേട്ടാ എൻ്റെ വീടിൻ്റെ പുറകിലൊരു കുറേ പറമ്പ് കിടപ്പണം, എൻ്റെ മുട്ടോളം പുല്ലുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു അണലി കയറിപ്പോയി. ഞാൻ പറഞ്ഞു സഹോദരൻ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ചപ്പിനകത്തൂടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പോലും പറ്റില്ല, എലി പോകുന്ന വഴികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവ എങ്ങോട്ട് പോകണമെന്ന് അറിയാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും മാളത്തിൽ കയറണമെങ്കിൽ വിളിക്കും. അപ്പോൾ ഇതുപോലെ പുള്ളിക്കാരൻ കൂടെ വന്നവർ ഇതിന് നിങ്ങൾ ആരെങ്കിലും ഇതിനെ ഒന്ന് പിടിക്കണം എന്ന് താല്പര്യം, അല്ലെങ്കിൽ രക്ഷിക്കണം അല്ലെങ്കിൽ സംരക്ഷിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അത് എവിടെ കയറണം നോക്കിയിട്ട് വിളിച്ചാൽ നമുക്കും എന്നെപ്പോലുള്ള മറ്റുള്ളവർക്കൊക്കെ അതൊരു ഉപകാരമായി വരും. എന്നെപ്പോലെ ഒരുപാട് പാമ്പിനെ പിടുത്തക്കാർ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്കത് ഉപകാരമായി വരും. മറ്റേ ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് ഇപ്പോൾ വിളിക്കുന്നത് വെച്ചാൽ വലിയ പറമ്പിൽ കണ്ടിട്ടും വിളിക്കും. അപ്പോൾ പാമ്പ് അതിലേ പോയി, പാമ്പ് ഇതിലേ പോയി, ഞാൻ ചന്തയിൽ പോയിട്ടുന്ന പാമ്പ് അപ്പുറത്തെ റോഡിൽ കൂടെ പോകുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ കവലിൽ ഒരെണ്ണം ആടിയാടി നിൽക്കാണ്ട് പാമ്പ് എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ഇത് പറമ്പ് നിങ്ങളെ വീടല്ലെങ്കിൽ പിന്നെ അതങ്ങ് പോട്ടെ, വീടല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിടിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പറമ്പിലൊക്കെ ഇപ്പോൾ പോകണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പിന്നെ നിത്യേന രാവിലെ ഈ ചെറുപ്പക്കാർ ടാപ്പിങ്ങിന് പിന്നെ പുള്ളിക്കാരനെ എപ്പോഴും ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് കോളുകൾ ഇനിയും വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ പറമ്പിൽ തോട്ടത്തിൽ മാളത്തിനകത്ത് നിന്ന് പിടികൂടിയ 3 നായ്ക്കുട്ടികളെ കൊന്ന മൂർഖൻ്റെ അതിഥിയെ നമ്മളെന്തായാലും ബോട്ടിലാക്കാം. സാറേ ബോട്ടിലിങ് തരാമോ? ആ ബോട്ടിലിങ് തരാമോ സാറേ? ബോട്ടിലാക്കുകയാണ്. നല്ല ബോട്ടിൽ, വലിയ ബോട്ടിൽ. അപ്പോൾ നല്ല സൗകര്യമുള്ള ബോട്ടിൽ. പുള്ളിക്കാരൻ നല്ലതല്ല പോട്ടെ, നല്ല അടിപൊളിയായിട്ട് പോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ്. കയറിക്കോ മക്കളെ, കയറിക്കോ. ആ അടപ്പൊടി തരാമോ സാറേ? അടപ്പാടം. നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെന്തായാലും എന്താ ഇനിയുള്ള പണിയൊന്നും നമുക്കുള്ളതല്ല. നമ്മുടെ ദൗത്യം കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഇനി ഇവരെ 3 പേരെ അടക്കം ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട തോട്ടത്തിലെ പണിയെന്ന് നമ്മളെ ചേട്ടൻ വേണ്ട, പാലെടുക്കുന്ന ചേട്ടൻ വേണ്ട, അവർക്ക് വിട്ടുകൊടുത്തേക്ക് നമ്മൾ ഇതിനെ അടക്കുക എന്നുള്ളത്, മുഴിച്ചു മൂടുക എന്നുള്ളത്. തുമ്പോട് ചെക്കഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ മാളത്തിനകത്ത് നിന്ന് പിടികൂടിയ 3 നായ്ക്കുട്ടികളെ കൊന്ന മൂർഖനതിഥി, മൂർഖനതിഥി വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ, അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.